ഒരു പ്രവാസി നാട്ടിൽ സ്ഥാപിച്ച കോൾഡേജ് സ്റ്റോറേജിന് മുന്നിൽ INTUC-കാരുടെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. ഞങ്ങളിവിടെ ഈ കേരളത്തിൽ ഒരു എക്സ്ക്ലൂസീവ് ഫ്രൂട്ട്സിൻ്റെ ഒരു കോൾഡ് സ്റ്റോറേജ് ഇല്ല. ആ ഒരു കോൾഡ് സ്റ്റോർ ഇവിടെ പണിത് എന്നുള്ളൊരു തെറ്റ് ഞങ്ങൾ ചെയ്തു പോയി. ഫുള്ള് ഫോർക്ക് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സാധനം മേളിലേക്ക് കൊണ്ടുവയ്ക്കുക, ഇത് വയ്ക്കുക, പിന്നെ അതിൽ വന്നിട്ട് അതിന് ബഹളം വയ്ക്കുക. ഇവർ പറയുന്നു 0 ടെമ്പറേച്ചറുള്ള ഒരു കോൾഡ് സ്റ്റോറേജാണ്. ഞാൻ ഇവരോട് 0 ടെമ്പറേച്ചറിനകത്ത് 5 മണിക്കൂർ ഒരുമിച്ച് അവിടെ നിൽക്കാൻ പറ്റുമോ? എങ്ങനെ ഇവിടെ ജീവിക്കണ്ടേ? ഞങ്ങൾ ചെയ്തൊരു അബദ്ധമാണോ ഇത്? അത് ഞങ്ങൾ ഒരു കൊച്ചിനെ എടുക്കുന്ന പോലെയാണ് ഞങ്ങൾ ഈ സാധനം എടുക്കുന്നത്. ഈ മുതലാളി പറയുന്നത് നശിച്ചു പോകുന്നതാണ്. അതായത് ഇവർ ശരിയാണ്, ഇവർ പറയുന്നിടത്ത് നടക്കുള്ളൂ. മുതലാളിമാരൊന്നും ഇപ്പം മുതലാളിമാരുടെ അവസ്ഥ ആർക്കറിയാം? തൊഴിലാളിയുടെ പശ്ചാത്തലം ഞങ്ങൾക്ക് പരിശോധിക്കേണ്ടി വരും. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഇവിടെ പലയിടത്തു നിന്നും വിളിച്ചു പറയേണ്ടി വരും. നിങ്ങൾ കൊടുക്കുന്നിടത്തൊക്കെ ഉണ്ടാക്കുന്ന ലാഭത്തിന്റെ കച്ചവടത്തിന്റെ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പറയേണ്ടി വരും. എന്താ ചെയ്യണ്ടേ? രൂപയാണ് താങ്കൾ 12 കോടിയുടെ മേളിൽ മുടക്കിയിട്ടുണ്ട്. തൊഴിലാളികൾക്ക് ചാൻസ് ഉണ്ട്. പിന്നെ ഈ തൊഴിലാളികൾ തൊഴിലിന് വേണ്ടി എവിടെ പോകും? നാളെ ഒരു കോർട്ട് ഓർഡർ കൊണ്ട് മാത്രം ജീവിച്ചു പോകാനുള്ള അവസ്ഥ കേരളത്തിലില്ല. ഇപ്പോഴെങ്കിലും പറഞ്ഞു തരുന്നത് ഞാൻ അനുഭവിക്കാൻ വന്ന് എനിക്ക് അറിയുള്ളൂ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ തുറന്ന് പറഞ്ഞാൽ എനിക്ക് ജീവൻ എനിക്ക് സംരക്ഷണം തരുന്നുണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം തുറന്ന് പറഞ്ഞുതരാം. എത്ര രൂപയാണ് ആവശ്യപ്പെട്ടതല്ലോ? നമസ്കാരം. 12 കോടി രൂപ മുതൽ മുടക്കി ഒരു പ്രവാസി നാട്ടിൽ സ്ഥാപിച്ച കോൾഡേജ് സ്റ്റോറേജിന് മുന്നിൽ INTUC-കാരുടെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. ഇവിടെ 2 പേർക്ക് തൊഴിൽ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ പ്രതിഷേധം നടത്തുന്നത്. അവരുടെ ആവശ്യം അന്യായമാണെന്നാണ് ഈ പ്രവാസി പറയുന്നത്. കമറുദ്ദീനാണ് ആ പ്രവാസി. അദ്ദേഹം 12 കോടി രൂപ ചിലവിട്ട് നിർമ്മിച്ച കോൾഡേജ് സ്റ്റോറേജാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവിടെ എല്ലാം ഓട്ടോമേറ്റഡ് മെഷീൻസാണ്. ഫോർക്ക് ലിഫ്റ്റും മറ്റുമൊക്കെ ഉപയോഗിച്ചാണ് ഇവിടെ ലോഡ് ഇറക്കുന്നതും അതുപോലെ തന്നെ ഈ സ്റ്റോറേജ് സ്പേസിലേക്കൊക്കെ കയറ്റി വയ്ക്കുന്നതുമൊക്കെ. അവിടെ ഈ ഒരു സാങ്കേതിക പരിജ്ഞാനമുള്ള തൊഴിലാളികൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ, അവിടെ ജോലി ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ തൊഴിലാളി സമരത്തിൻ്റെ നേതാക്കളോട് ചോദിക്കാം എന്താണ് അവരുടെ ആവശ്യമെന്ന്. എന്താണ് നമ്മുടെ ആവശ്യം? എന്തിനാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം? ഈ പ്രദേശത്ത് ലോറിയിൽ വരുന്ന സാധനങ്ങൾ ലോറിയിൽ നിന്ന് താഴോട്ട് ഇറക്കുന്ന തൊഴിൽ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന യൂണിയനാണ് INTUC. അതിനുവേണ്ടി ക്ഷേമനിധി ബോർഡിൻ്റെ പൂൾ നമ്പർ 30 പൂൾ നമ്പർ 30-ൽപ്പെട്ട തൊഴിലാളികളാണ് ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ അവർക്ക് തൊഴിൽ കൊടുക്കില്ല എന്നുള്ള ഒരു പിടിവാശിയിലാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതിനപ്പുറത്തേക്കുള്ള ഭാഗങ്ങളിൽ കുറച്ചുകൂടി തെക്കോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ CITU ആണ് അവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ ആ ഭാഗത്തേക്ക് ചെന്നാൽ അവിടെ നെട്ടൂർ INTUC ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ ഏരിയ തിരിച്ച് പൂൾ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പൂൾ നമ്പറിൽപ്പെട്ട തൊഴിലാളികൾക്ക് ഈ തൊഴിൽ ചെയ്യാനുള്ള അവസരം ഈ ഉടമസ്ഥൻ നൽകുന്നില്ല. അവിടെയാണ് വിഷയം. അദ്ദേഹം പറയുന്നത് ഇവിടെ ഫോർക്ക് ലിഫ്റ്റ്, അതായത് യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തൊഴിലാളികൾക്ക് ഇവിടെ ആവശ്യമില്ലെന്ന് അദ്ദേഹം പറയുന്നത്. തൊഴിലാളികൾക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ പൂർണ്ണമായും യന്ത്രവൽക്കരണം നടന്നിട്ടില്ല. തൊഴിലാളികൾക്ക് ചാൻസ് ഉണ്ട്. പിന്നെ ഈ തൊഴിലാളികൾ തൊഴിലിന് വേണ്ടി എവിടെ പോകും? അവരുടെ ഉപജീവന മാർഗം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന തൊഴിലാണ് ഈ പറയുന്നത്. അതിനുള്ള അംഗീകാരമാണ് ക്ഷേമനിധി ബോർഡ് ഇവരെ അംഗീകരിച്ച് പൂൾ നമ്പർ കൊടുത്ത് ഇവർക്ക് പിന്നെ ഗ്രാറ്റുവിറ്റി, പ്രൊവിഡന്റ് ഫണ്ട് മുഴുവൻ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഈ മുതലാളിമാർ വന്നു കഴിഞ്ഞാൽ അവിടെ പോയി ഇത് രജിസ്റ്റർ ചെയ്യണം എന്നവരുടെ നിർബന്ധമുണ്ട്. അതൊന്നും ചെയ്യാതെ ഈ തൊഴിലാളികൾക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു വാശി ശരിയല്ല. നമ്മൾ ഇവരോട് സംസാരിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അല്ല, സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു യാതൊരു കാരണവശാലും ഈ തൊഴിലാളികൾ വെച്ച് പണിയെടുക്കാൻ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. അവരതിനിപ്പോൾ ബീഹാറിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും കാശ്മീരിൽ നിന്നൊക്കെ തൊഴിലാളികളെ കൊണ്ടുവന്ന് ചെയ്യണം. അതിപ്പോഴത്തെ എല്ലാ മുതലാളിമാരും ചെയ്യണം പരിപാടിയാണ്. നമ്മളതിനെതിരില്ല, അവർക്ക് പണി കൊടുക്കുന്നതില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗമാണ്. അത് ഫ്രൂട്ട്സ് ആണെങ്കിലും എന്ത് സാധനങ്ങളായാലും ഫ്രൂട്ട്സ് ആണെങ്കിലും എന്താണെങ്കിലും ഉപജീവനമാർഗ്ഗമാണ്. അത് ഞങ്ങൾ ഒരു കൊച്ചിനെ എടുക്കുന്ന പോലെയാണ് ഞങ്ങൾ ഈ സാധനം എടുക്കുന്നത്. ഈ മുതലാളി പറയുന്നത് നശിച്ചു പോകുന്നതാണ്. ആ നശിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തൊഴിലാളിയുടെ ഭാഗത്ത് അങ്ങനെ നശിപ്പ് വരുത്തുകയാണെങ്കിൽ ഞങ്ങൾ അവർ വരെ നടപടിയെടുക്കാൻ തയ്യാറാണ്. ഞങ്ങളിവിടെ മുതലാളികളെ തടയാനോ പിടിക്കാനോ ഒന്നും പോയിട്ടില്ല. ഞങ്ങൾക്ക് പണിയണം. കാരണം ഈ വെയിലത്ത് നിന്ന് പണിയെടുക്കുന്ന ആൾക്കാരാണല്ലോ. കാരണം മഴയത്താണെങ്കിലും വെയിലത്താണെങ്കിലും പണിയെടുക്കുന്ന ചുമട്ട് തൊഴിലാളികൾ അവരെ പഴയ സ്വഭാവം എന്നൊക്കെ ഇവിടെ പറയുന്നു. പക്ഷേ ചുമട്ട് തൊഴിലാളിക്ക് അന്നും ഇന്നൊക്കെ സ്വഭാവം കണ്ടിരിക്കുക കാലഘട്ടത്തിന് മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഈ ബോർഡ് വന്നതോടുകൂടി ഇപ്പോൾ തമ്മിൽ തല്ലില്ല. നിങ്ങൾ എവിടെയെങ്കിലും കെട്ടിടം
കണ്ടിട്ടുണ്ടോ? CIT INTUC തല്ലുകെട്ടിയിട്ടുണ്ടോ? അപ്പോൾ എല്ലാവരും ഏകോദര സഹോദരന്മാരും ഇരിക്കുന്നതാണ്. ഈ പദ്ധതി കുറിച്ച് ഈ തൊഴിലുണ്ടെങ്കിലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ തൊഴിലോടൊപ്പം ഞങ്ങൾ വളരെ വിനയപരിസരം പറയുന്നത്, ഞങ്ങളാരും തല്ലുപിടിക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം ബീഹാർ ചെയ്താലും ഉത്തർപ്രദേശ് ചെയ്താലും കാശ്മീർ ചെയ്താലും തൊഴിലാളി തന്നെയല്ലേ. ആ തൊഴിലാളിക്ക് വരും എന്തുകൊണ്ട് ഇവിടെ എടുക്കാൻ പാടില്ലാത്തത്? ഞങ്ങൾ എടുക്കാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് തൊഴിൽ കിട്ടണം. അത് ഇവർ INTUCയെ സ്വാധീനിക്കാൻ പല വഴി നോക്കുന്നുണ്ട് സാമ്പത്തികമായിട്ട്. ഞങ്ങൾ അതിൽ നിൽക്കില്ല. അത് വലിയ തുക തരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേതാക്കന്മാരോടൊക്കെ പറഞ്ഞു ഞങ്ങൾ അതിന് നിൽക്കില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരന്തരം ഇത് അവസാനിക്കണവരും ഈ ഓരോ തലമുറ വരുമ്പോൾ അവർക്ക് തൊഴിൽ വേണം. ആ തൊഴിലിന് വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അല്ല INTUC ഒരു മുതലാളി വരെ തടസ്സപ്പെടുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം ഏതൊരു ചാനലുകാർ പറഞ്ഞെന്ന് പറഞ്ഞ് തൊഴിൽ തടസ്സപ്പെടുന്നു. എങ്ങനെ തൊഴിൽ തടസ്സപ്പെടുന്നു? ഞാൻ ഈ പറഞ്ഞാണ് കാര്യങ്ങൾ. അതൊന്ന് മനസ്സിലാക്കി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സഹായിക്കുക, അത്രയാണ്. നേരിട്ട് നിങ്ങളാണല്ലോ സംസാരിച്ചത്. ആദ്യ തുടക്കം എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ നിങ്ങൾ തമ്മിലുള്ള? നമ്മൾ ബിൽഡിംഗ് പണി തുടങ്ങിയ സമയത്തൊക്കെ നല്ല പക്ക ക്ലിയർ ആയിരുന്നു. ഞങ്ങൾ അതിൻ്റെ രീതിയിൽ സാധനങ്ങൾ ഇറക്കും, ന്യായമായ കൂലിയും മേടിച്ച് കാര്യങ്ങൾ കൊണ്ട് ഇത്രയും രീതിയിൽ ബിൽഡിംഗ് വന്നു. ബിൽഡിംഗ് ഓപ്പണിംഗ് ആകണതിന് ഒരാഴ്ച മുമ്പ് ചോദിച്ചു എന്തായി ഞങ്ങൾ സംസാരിക്കാൻ പറ്റുന്നില്ലെന്ന് ചോദിച്ചു. നമ്മളുടെ വർക്കാണല്ലോ. അപ്പോൾ നമ്മൾ അത് വരാൻ പറഞ്ഞിട്ട് ഇങ്ങനെ തീറ്റിച്ചുകൊണ്ടിരുന്നു. ലാസ്റ്റ് ഒരു സുപ്രഭാതത്തിൽ നോക്കിയപ്പോഴത്തേക്കും കണ്ടെയ്നർ 3 കണ്ടെയ്നർ വന്ന് കയറ്റിയിട്ട് ലോഡ് ഇറക്കുന്നത്. ഞങ്ങൾ നേരെ വന്നിട്ട് പറഞ്ഞ് ലോഡ് ഇറക്കാൻ പറ്റില്ല, ലോഡ് ഇറക്കുന്നത് ഞങ്ങളാണ്. ഈ പരിധിയിൽ എന്താ വെച്ചാൽ തിരുവനന്തപുരത്ത് ഗസറ്റിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്തേക്കുന്ന ഒരു പേപ്പറുണ്ട്. ആ പേപ്പർ വെച്ചിട്ട് ഈ ഏരിയയിൽ നമ്മളാണ് ലോഡ് ഇറക്കുന്നത്. INTUC മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന്. അതുകൊണ്ട് ഞങ്ങൾ ലോഡ് ഇറക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം പോലീസിനെ വിളിച്ച് ഞങ്ങൾക്ക് ഹൈക്കോടതി ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഹൈക്കോടതി ഓർഡർ കാണിക്കും. എന്തെങ്കിലും ഒരു പേപ്പർ കൊണ്ടിട്ട് ഞങ്ങൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരായിരിക്കാം, പക്ഷെ ആ പേപ്പർ ഞങ്ങൾക്ക് പിന്നീട് ഞങ്ങളുടെ നേതാക്കന്മാരെ കാണിച്ചിട്ട് ഞങ്ങൾക്ക് അത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇതിൽ വഞ്ചിതരായില്ല. ഞങ്ങൾ തടുക്കാൻ വേണ്ടി വന്നല്ലേ, ഞങ്ങൾ ലോഡ് എടുക്കാൻ വേണ്ടി